ഹലോ ഡിസൈനേഴ്സ്, വെൽക്കം ബാക്ക് ടു uxuimania. ഒരുപാട് നാളായിട്ട് നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ നിരന്തരമായ ആൾക്കാർ ചോദിക്കുന്ന ഒരു സംശയത്തിൻ്റെ ഉത്തരമാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. നമ്മുടെ സ്ക്രീനിൽ പ്രത്യേകിച്ച് വീഡിയോസുകളുടെ ഒന്നും വരാനില്ല, ജസ്റ്റ് ഒരു ഓഡിയോ ക്ലിപ്പാണ്. കേൾക്കുക, അത് കേട്ടിട്ട് നിങ്ങൾക്ക് മനസ്സിലായി നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്ന പോയിന്റുകളാണെങ്കിൽ ഉൾക്കൊള്ളുക. അതല്ല നിങ്ങൾക്ക് എന്തെങ്കിലും ഫീഡ്ബാക്ക് അതിൽ നിന്ന് തരാനുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇവിടെ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. അത് ചിലപ്പോൾ ഒരുപാട് ആൾക്കാർക്ക് ഹെൽപ്പ് ആയേക്കാം. ഓക്കെ, അപ്പോൾ എനിവേ ക്വസ്റ്റ്യൻ ഇതാണ്. ഞാൻ BCom ആണ്, അല്ലെങ്കിൽ BSc ആണ്, BTech ആണ്, MSc ആണ്, MCom ആണ്, ഇങ്ങനെ ഒരുപാട് ഡിഗ്രിയും അതുപോലെ തന്നെ പോസ്റ്റ് ഗ്രാജുവേഷനും ഒക്കെ കഴിഞ്ഞ ആൾക്കാരാണ് നമ്മളോട് വന്ന് ചാറ്റ് ചെയ്ത് ചോദിക്കുന്നത്, എനിക്കൊരു ഡിസൈനർ ആകാൻ പറ്റുമോ എന്നുള്ളത്. ഓക്കെ, അപ്പോൾ എനിക്ക് എല്ലാവരോടും ആദ്യം തന്നെ പറയാനുള്ളത്, ഡിസൈനർ ആവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും നമ്മൾ പഠിക്കുന്ന ഡിഗ്രിയുടെ പേപ്പറോ അല്ലെങ്കിൽ ഡിഗ്രി കഴിഞ്ഞ് കിട്ടുന്ന ഒരു സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നൊരു പേപ്പറോ അല്ല നമ്മളെ തീരുമാനിക്കുന്നത് നമ്മൾ ഡിസൈനർ ആകണോ അല്ലയോ എന്നുള്ളത്. കാരണം ഒരു ഡിസൈനർ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒരു ഡിസൈൻ ഇൻഡസ്ട്രി എന്ന് പറയുന്നത് ഒരു പാഷനേറ്റഡ് ഇൻഡസ്ട്രിയാണ്. അത് നമുക്ക് ഒരു വിഷയത്തിനോട്, അതായത് എന്തെങ്കിലും തരത്തിലുള്ള ഒരു ക്രിയേറ്റീവായ ഒരു കാര്യം ഉണ്ടാക്കുവാൻ, അല്ലെങ്കിൽ ക്രിയേറ്റീവായ ഒരു പുതിയൊരു വസ്തുവിന് ജീവൻ കൊടുക്കുവാൻ കഴിയുന്ന ഒരു പ്രത്യേക തരം ഇൻഡസ്ട്രിയാണ് ഈ ഡിസൈനിങ് എന്ന് പറയുന്നത്. അത് എല്ലാവർക്കും അത് ശോഭിക്കണം എന്നില്ല. പക്ഷേ എന്ത് പശ്ചാത്തലത്തിൽ നിന്നും, ഏതൊരു ബാച്ചിലർ ഡിഗ്രിയോ പോസ്റ്റ് ഗ്രാജുവേഷൻ ഡിഗ്രിയുടെ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്നവരാണെങ്കിൽ പോലും അവരുടെ ചില പ്രത്യേക ഘട്ടങ്ങളിൽ അവർക്ക് ഈ ഒരു വിഷയത്തിൽ, അതായത് ഈ ഡിസൈനിങ് എന്ന് പറയുന്നൊരു വിഷയത്തിൽ അവർക്ക് കൈവയ്ക്കാൻ പറ്റാതിരുന്നിട്ടും അവർ പഠനമൊക്കെ കഴിഞ്ഞിട്ട് വർഷങ്ങളോളം കഴിഞ്ഞതിന് ശേഷം പോലും ഈ ഒരു മേഖലയിൽ വന്ന് കൈവച്ച് കഴിയുമ്പോൾ അവർക്ക് അവരുടെ ആ ഒരു താല്പര്യം പ്രൂവ് ചെയ്യാൻ കഴിയുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ മികച്ച ഡിസൈനേഴ്സായി മാറുകയും ചെയ്യുന്ന ഒരുപാട് എക്സ്പീരിയൻസ് നമ്മുടെ നാട്ടിൽ അങ്ങനെയുള്ള ആൾക്കാരുണ്ട്. ഓക്കെ, അപ്പോൾ എനിക്ക് ഏതൊരു പശ്ചാത്തലത്തിൽ നിന്നും, ഏതൊരു ഡിഗ്രിയിൽ നിന്ന് വരുന്ന ആൾക്കാരോടും എനിക്ക് പറയാനുള്ളത്, നിങ്ങൾക്ക് ഡിസൈനിങ് എന്ന് പറയുന്ന ഒരു പ്രൊഫഷനോട് എന്തെങ്കിലും ഒരു വിധേന നിങ്ങൾക്കൊരു ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ, അഥവാ എപ്പോഴെങ്കിലും നിങ്ങൾക്കത് ചെയ്യാനൊരു അവസരം കിട്ടി, അപ്പോൾ അത് നിങ്ങൾക്ക് ഫിറ്റായി തോന്നുന്നു എന്ന് നിങ്ങൾക്ക് തോന്നുന്നുവെങ്കിൽ ഓർക്കുക, ആ ഒരു ഇൻഡസ്ട്രി നിങ്ങൾക്ക് പറ്റിയ ഇൻഡസ്ട്രി ആണ്. നിങ്ങൾക്ക് തീർച്ചയായും ഒരു ഡിസൈനർ ആകാൻ കഴിയും എന്നുള്ളതാണ് അതിൻ്റെ സത്യാവസ്ഥ. ഓക്കെ, ഓർക്കുക, പണ്ടുമുതലേ നമ്മുടെ കേരളത്തിൽ നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പണ്ടുമുതലേ ഒരു പ്രീ ഡിഗ്രി അല്ലെങ്കിൽ ഒരു +2 ലെവൽ കഴിയുന്ന ആൾക്കാർ അടുത്തതായിട്ട് സാധാരണഗതിയിൽ പോകുന്നത് ഒരു BCom അല്ലെങ്കിൽ ഒരു BA ഹിസ്റ്ററി അല്ലെങ്കിൽ ഒരു BA ഇംഗ്ലീഷ്, ഇങ്ങനെ ഒരു ടിപ്പിക്കലായിട്ടൊരു എഡ്യൂക്കേഷൻ ലെവലിലാണ്. അത് ഒരുപാട് ആൾക്കാർ, അതുകൊണ്ട് തന്നെ നമ്മുടെ കേരളത്തിൽ BAയും BCom ഒക്കെ കഴിഞ്ഞ് ഒരുപാട് ആൾക്കാർ നിൽപ്പുണ്ട്. പക്ഷേ ഓർക്കുക, ഈ പറയാൻ പോകുന്ന ഡിഗ്രി അല്ലെങ്കിൽ നമ്മൾ ഈ പഠിച്ചിരിക്കുന്ന ഡിഗ്രി എന്ന് പറയുന്നത് കേരളത്തിൽ ഓരോ ആൾക്കാരും വ്യത്യസ്തമായ മനോഭാവത്തോടു കൂടി പഠിച്ചവരാണ്. അതായത് പ്രധാനമായിട്ടും ഒരു ടൈപ്പ് ഓഫ് ആൾക്കാർ ഡിഗ്രി എടുക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അവർക്ക് ആ ഒരു വിഷയത്തിനോട് ജന്മസിദ്ധമായൊരു വാസന ഉള്ളവരായിരിക്കും. ചിലർക്ക് മാത്തമാറ്റിക്സിനോട് ഭയങ്കരമായ ഇൻട്രസ്റ്റ് ആയിരിക്കും കുട്ടിക്കാലം മുതലേ, അല്ലെങ്കിൽ ഇലക്ട്രോണിക്സിനോട് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരിക്കും. അങ്ങനെയുള്ള കുറച്ച് ആൾക്കാർ അങ്ങനെ ഇൻട്രസ്റ്റഡ് ആയിട്ട്, പാഷനേറ്റഡ് ആയിട്ട് അതേ ഡിഗ്രി തന്നെ ചൂസ് ചെയ്യുകയും അവരതിലൂടെ തന്നെ മുന്നോട്ട് പോവുകയും ചെയ്യുന്ന ഒരു വിഭാഗക്കാരുണ്ട്. ഇനി മറ്റൊരു വിഭാഗക്കാരുണ്ട്, ഒന്നുകിൽ മാതാപിതാക്കളുടെ അല്ലെങ്കിൽ ബന്ധുക്കാരുടെ അല്ലെങ്കിൽ കൂട്ടുകാരുടെ ആരുടെയെങ്കിലും പ്രേരണ കൊണ്ട്, അതായത് എൻ്റെ അച്ഛൻ ഇത് പറഞ്ഞു അല്ലെങ്കിൽ അമ്മ ഇത് പറഞ്ഞു, എൻ്റെ ചേട്ടൻ BTech ആണ് അല്ലെങ്കിൽ എൻ്റെ മാമൻ്റെ മോൻ BTech ആണ് എന്നുള്ള ആരുടെയെങ്കിലും കുടുംബത്തിലുള്ള ആൾക്കാർ പോകുന്ന അതേ വഴിയിലൂടെ മാത്രം ഫോളോ ചെയ്ത് ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ഡിഗ്രി എടുക്കുന്ന ആൾക്കാരുണ്ട്. ഇനി ഇത് രണ്ടുമല്ലാതെ യാതൊരു വിഷയത്തിലും ഒരു താല്പര്യമില്ലാതെ എന്തെങ്കിലും ഒന്ന് പഠിച്ചേ പറ്റൂ എന്നുള്ള കാരണത്താൽ +2 കഴിഞ്ഞിട്ടോ പ്രീ ഡിഗ്രി കഴിഞ്ഞിട്ടോ പോയി ഡിഗ്രിക്ക് കൈവച്ചിരിക്കുന്ന ആൾക്കാരും കഴിഞ്ഞ ആൾക്കാരും ഉണ്ട്. അപ്പോൾ ഇങ്ങനെ പലതരത്തിലാണ് ആൾക്കാർ ഡിഗ്രി എടുക്കുക എന്നുള്ളത്. അപ്പോൾ ഏത് വിധേനയായിരുന്നാലും ആ ഒരു ഡിഗ്രി എടുക്കുന്ന പ്രായത്തിൽ അല്ലെങ്കിൽ ഡിഗ്രി എടുക്കുന്ന കാലഘട്ടത്തിൽ ചിലപ്പോൾ നമുക്ക് നമ്മുടെ ഇൻട്രസ്റ്റുകൾ, നമ്മുടെ അഭിരുചികൾ മനസ്സിലാക്കി ആയിരിക്കണമെന്നില്ല നമ്മൾ ഒരിക്കലും ഗ്രാജുവേഷൻ എടുക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെ നമ്മൾ ആ ഒരു കാലഘട്ടം കഴിഞ്ഞു പോയിരുന്നാൽ തന്നെയും നിങ്ങൾക്ക് പിന്നീടായിരിക്കാം ചിലപ്പോൾ നിങ്ങളുടെ താല്പര്യങ്ങൾ, നിങ്ങളുടെ കഴിവുകൾ കണ്ടെത്താൻ കഴിയുന്നത്. ഒരുപാട് ആൾക്കാർ നമ്മുടെ പല വിദ്യാഭ്യാസ രംഗത്ത് ഒരുപാട് പഠനമുള്ള ആൾക്കാർ പോലും അത് കഴിഞ്ഞിട്ട് മറ്റ് വിവിധ ഇതരമായിട്ടുള്ള മേഖലകൾ കണ്ടെത്തി പോകുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഒരു എക്സാമ്പിൾ തന്നെ എനിക്ക് പറയാനുണ്ട്. കാര്യം ഏകദേശം ഒരു 1 ഇയറിന് മുമ്പേ നമ്മളോട് കാസർഗോഡുള്ള ഒരു കോളേജിലെ ഗസ്റ്റ് ലെക്ചറായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തി ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് വളരെ അവിചാരിതമായിട്ടാണ് ഡിസൈനിങ് ഇൻഡസ്ട്രിയിൽ അദ്ദേഹം കൈവയ്ക്കുന്നത്. അപ്പോൾ വളരെ ക്വാളിഫൈഡ് ആയിട്ടൊരു വ്യക്തിയാണ്. പക്ഷേ നമ്മളോട് ഇൻസ്റ്റാഗ്രാമിൽ ചാറ്റ് ചെയ്തു. അതിന് വേണ്ടുന്ന നമ്മൾ ഒരുപാട് അദ്ദേഹത്തിന് നല്ല മോട്ടിവേഷൻസുകൾ കൊടുത്തു. അതിന് വേണ്ടുന്ന കുറേ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു. പക്ഷേ ഏകദേശം 1 ഇയർ ഇപ്പോൾ കഴിയുമ്പോൾ നിങ്ങൾക്ക് ഓർത്തിരിക്കുക, കോഴിക്കോട് ഇന്ന് ഒരു നല്ല IT കമ്പനിയിൽ
വളരെ മികച്ച ഒരു ശമ്പളത്തിൽ അദ്ദേഹം ഡിസൈനറായിട്ട് ഒരു UX ഡിസൈനറായിട്ട് വർക്ക് ചെയ്യുകയാണ്. അതായത് ഒരു സാധാരണ നമ്മുടെ സമൂഹത്തിൽ ഒരു ലെക്ചറായിട്ട് വർക്ക് ചെയ്യുക അല്ലെങ്കിൽ ഒരു കോളേജിൽ വർക്ക് ചെയ്യുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഗുഡ് വില്ലാണ്, അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് ആൾക്കാരിൽ നിന്ന് ബഹുമാനം കിട്ടുന്ന ഒരു ഇൻഡസ്ട്രിയാണ്. ഇതൊക്കെ ആണെങ്കിൽ കൂടിയും പക്ഷേ അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ ഒളിഞ്ഞു കിടന്നിരുന്ന ആ ഒരു ആർട്ടിസ്റ്റിക്കലായിട്ടൊരു ബാക്ക്ഗ്രൗണ്ടിലുള്ള ഒരു പ്രൊഫഷനായിരുന്നു. പക്ഷേ കുട്ടിക്കാലത്ത് അവരുടെ മാതാപിതാക്കളുടെയൊക്കെ കമ്പലിൻ്റെ പുറത്ത് പഠിച്ചു. അന്നത്തെ കാലത്ത് ഒരു ഗസ്റ്റ് ലെക്ചറായിട്ടൊരു ജോലി കിട്ടിയെങ്കിലും അദ്ദേഹം ഒരു നിശ്ചിത പ്രായം കഴിഞ്ഞാണ് അദ്ദേഹത്തിൻ്റെ ഒരു പാഷൻ ഡിസൈനിങ്ങിലാണെന്ന് കണ്ടെത്തുന്നതും അതിലേക്ക് മാറുന്നതും. ഓക്കെ, അപ്പോൾ എന്തുകൊണ്ടാണ് ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ വ്യക്തിയിലും ഇത്തരത്തിലുള്ള ഡിസൈൻ സാമ്പത്തികമായിട്ടുള്ള ഒരു ക്രിയേറ്റീവായിട്ടുള്ള ഒരു ആർട്ടിസ്റ്റിക്കലായിട്ടുള്ള മെൻറ്റാലിറ്റി ഒളിഞ്ഞു കിടക്കുന്നത് എല്ലാവർക്കും പ്രൂവ് ചെയ്യാൻ കഴിയണം എന്നില്ല. അത് അവരുടെ പഠനകാലത്ത്, അതായത് ബാച്ചിലർ ഡിഗ്രിയോ മാസ്റ്റർ ഡിഗ്രിയോ എടുക്കുന്ന കാലഘട്ടത്തിലാകണമെന്നില്ല ഒരിക്കലും അവരുടെ ടാലൻറ്റ് പ്രൂവ് ചെയ്യുന്നത്. അതിന് ശേഷമായിരിക്കാം അവർക്ക് അവരുടെ സാഹചര്യങ്ങൾ തുറക്കപ്പെടുന്നതും അവരുടെ സാഹചര്യങ്ങൾ അവരെ മറ്റു മേഖലയിലേക്ക് തിരിച്ചുവിടുന്നതും. അപ്പോൾ ഒരുപാട് ആൾക്കാർ നമ്മുടെ സമൂഹത്തിൽ, നിങ്ങൾ ഓർക്കുക, വ്യത്യസ്തമായിട്ടുള്ള ഡിഗ്രിയും മറ്റും പഠിച്ചതിന് ശേഷമാണ് ഡിസൈനിങ് ഇൻഡസ്ട്രിയിലേക്ക് വരുന്നത്. അല്ലാതെ ഈ കേരളത്തിലുള്ള അല്ലെങ്കിൽ ഈ ലോകത്തുള്ള എല്ലാ ഡിസൈനേഴ്സും എന്ന് പറയുന്നത് +2 കഴിഞ്ഞാൽ ഉടനെ തന്നെ അവർ ഡിസൈനിങ്ങുമായി ബന്ധപ്പെട്ട ഡിഗ്രി തന്നെ എടുത്ത് ഡിസൈനേഴ്സ് ആയവരാണ് എന്നൊരിക്കലും നിങ്ങൾ ചിന്തിക്കാതിരിക്കുക. നിങ്ങൾക്ക് BCom ആയിക്കോട്ടെ, മറ്റ് എന്ത് ക്വാളിഫിക്കേഷൻ ആയിക്കോട്ടെ, ഈ ഒരു ക്വാളിഫിക്കേഷൻ ഇല്ലെങ്കിൽ കൂടിയും നിങ്ങൾക്ക് ഡിസൈനറാകാം എന്നുള്ളതാണ് ഞാൻ എപ്പോഴും നിങ്ങളോട് പറയാറുള്ളത്. കാരണം നമ്മൾ ഡിഗ്രിക്ക് പഠിച്ച കുറേ വിഷയങ്ങളുടെ മാർക്കോ അത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന സർട്ടിഫിക്കറ്റ് പോലൊരു പേപ്പർ തുണ്ടോ അല്ല നിങ്ങളെ ഒരു റിയൽ ഡിസൈനറാക്കി മാറ്റുന്നത്. ഓക്കെ, അത് എന്ന് പറയുന്നത് വളരെ വ്യത്യസ്തമായൊരു മേഖലയാണ്. അപ്പോൾ ഈ ഏത് ഡിഗ്രികളെങ്കിലും നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങളുടെ അഡ്വാൻറ്റേജ് എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നല്ല മികച്ച കമ്പനികളിലേക്ക് ചെല്ലുമ്പോൾ പല കമ്പനികളും നിങ്ങളോട് എനി ഡിഗ്രി ഒന്നും പറഞ്ഞിട്ട് ഏതെങ്കിലും ഒരു ഡിഗ്രി ഉണ്ടായിരിക്കണമെന്ന് ആവശ്യപ്പെടുന്ന കുറേ കമ്പനികൾ നമ്മുടെ കേരളത്തിലും അതുപോലെ കേരളത്തിന് പുറത്തും ഒക്കെ ഉണ്ട്. അത്തരം ചില ഘട്ടങ്ങളിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ഡിഗ്രി, അത് എന്താകണം എന്നൊന്നുമില്ല, BO BCom BSc എന്തെങ്കിലും തരത്തിലൊരു ഗ്രാജുവേഷൻ നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ കമ്പനിയുടെ ജോലി കിട്ടാൻ നിങ്ങൾക്ക് ഒരു എൻട്രി ലെവലിൽ അത് പലപ്പോഴും ഹെൽപ്പ് ആവാറുണ്ട്. അപ്പോൾ അത്തരത്തിൽ നിങ്ങൾ ഏതെങ്കിലും ഒരു ഗ്രാജുവേഷൻ കഴിഞ്ഞിട്ടുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം നിങ്ങൾക്കൊരു നല്ല കമ്പനിയിൽ, പ്രത്യേകിച്ച് ഒരു മൾട്ടിനാഷണൽ കമ്പനിയിലൊക്കെ നിങ്ങൾക്കൊരു എൻട്രിക്ക് വേണ്ടിയിട്ട് അത് നല്ലൊരു എൻട്രി പോയിന്റ് ആയിട്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്തേക്കാം. പക്ഷേ ഓർക്കുക, ഇത് നിങ്ങൾക്ക് എടുക്കാൻ കഴിഞ്ഞില്ല. നിങ്ങളുടെ ജീവിതത്തിൽ ചില പ്രത്യേക ഘട്ടങ്ങളിൽ, ചില സാഹചര്യങ്ങളിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു തരത്തിലുള്ള ഡിഗ്രി നിങ്ങൾക്ക് എടുക്കാനോ അല്ലെങ്കിൽ പഠിച്ച കാലത്ത് അത് പാസ്സാകാനോ കഴിഞ്ഞില്ല എന്നുള്ള കാരണവശാലും നിങ്ങൾക്ക് ഡിസൈനിങ്ങിലൂടെ എന്തെങ്കിലും ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ പാഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലും ആ വിദ്യാഭ്യാസപരമായിട്ടുള്ള ക്വാളിഫിക്കേഷൻ ഇല്ല എന്ന കാരണത്താൽ ഇതിലേക്ക് വരാനായിട്ട് മടി കാണിക്കരുത്. കാരണം ഡിസൈനിങ് ഇൻഡസ്ട്രി എന്ന് പറയുന്നത് വളരെ ക്രിയേറ്റീവായൊരു ഇൻഡസ്ട്രിയാണ്, വളരെ പാഷനേറ്റ് ആയിട്ടൊരു ഇൻഡസ്ട്രിയാണ്. അവിടെ നിങ്ങളുടെ വർക്കിനും നിങ്ങളുടെ ക്വാളിറ്റിക്കും നിങ്ങളുടെ ഒരു ടാലൻറ്റിനുമാണ് വാല്യൂ എന്ന് പറയുന്നത്. ഏത് മികച്ച കമ്പനിയിലേക്ക് നിങ്ങൾ ചെന്നാലും നിങ്ങളുടെ ഒരു ക്വാളിറ്റി, ഒരു ഡിസൈൻ ക്വാളിറ്റി, നിങ്ങൾക്ക് വളരെ എസ്തെറ്റിക് ആയിട്ടുള്ള ഡിസൈൻസുകൾ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ വളരെ ക്രിയേറ്റീവായിട്ടുള്ള പ്രോഡക്റ്റുകൾ ഡിസൈൻ ചെയ്യാൻ പറ്റും, വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു പ്രോബ്ലം സോൾവിങ് മെൻറ്റാലിറ്റി ഉണ്ട്. ഇതൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഓർക്കുക, നിങ്ങൾ ഏത് ഡിഗ്രി പശ്ചാത്തലത്തിൽ വരുന്നു എന്നുള്ളത് അവിടെ ഒരു പ്രശ്നമേ അല്ല. വളരെ റെയർ കമ്പനികൾ മാത്രമേ ഉള്ളൂ ഡിസൈനിങ് എന്ന് പറയുന്നത് ഡിസൈനിങ്ങിൻ്റെ ഡിഗ്രി തന്നെ പാസ്സായ ആൾക്കാർക്കായിട്ട് എൻട്രി കൊടുക്കുന്നത്. അത് വളരെ തുച്ഛമായ കമ്പനികളാണ്. മറിച്ച് ലോകത്തിലെ നല്ലൊരു ശതമാനം കമ്പനികൾ നിങ്ങൾ എടുത്തു നോക്കിയാലും അവിടെ ക്വാളിഫിക്കേഷനോ ബാക്ക്ഗ്രൗണ്ടോ അല്ല, നിങ്ങളുടെ ടാലൻറ്റിനാണ് ഇമ്പോർട്ടൻസ് എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഓർത്തിരിക്കുക. അപ്പോൾ ഒരിക്കൽ കൂടെ പറയുകയാണ്, നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലൊരു ഡിഗ്രി നിങ്ങളുണ്ടെങ്കിൽ അത് വളരെ നല്ലൊരു പ്ലസ് പോയിൻ്റാണ്. പക്ഷേ അത് ഇല്ല എന്നുള്ള കാരണത്താൽ നിങ്ങൾ ഒരിക്കലും നമ്മുടെ ഈ ഡിസൈനറാകാൻ എന്നുള്ള ഒരു സ്വപ്നം നിങ്ങളുടെ ഉള്ളിലുണ്ടെങ്കിൽ അതിനൊരു വില്ലനായിട്ട് കണക്കാക്കരുത്. നിങ്ങളുടെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ നിങ്ങൾക്ക് എന്ത് തന്നെ ആണെങ്കിലും, അതായത് +2 പോലും പാസ്സാകാത്ത ലക്ഷങ്ങൾ സാലറി മേടിക്കുന്ന ഡിസൈനേഴ്സ് പോലും എൻ്റെ സുഹൃത്ത് ലിസ്റ്റിലുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ആൾക്കാരെല്ലാം തന്നെ പല ആൾക്കാർക്കും മോട്ടിവേഷന് വേണ്ടി പരസ്പരം നമ്പർ പോലും ഞാൻ പരസ്പരം പാസ് ചെയ്ത് കൊടുപ്പിച്ച് സംസാരിപ്പിച്ചിട്ടുള്ള ചരിത്രം വരെ നമ്മുടെ ഈ ഒരു ചാനൽ തുടങ്ങിയതിന് ശേഷമുണ്ട്. കാരണം ലക്ഷങ്ങൾ ശമ്പളം വാങ്ങിക്കുക എന്ന് കേട്ട് കഴിഞ്ഞാൽ പല ആൾക്കാരും വിചാരിക്കുന്നത് എനിക്ക് BEdോ അല്ലെങ്കിൽ MEdോ അല്ലെങ്കിൽ MTechോ ഒക്കെ ഉള്ളവർക്ക് മാത്രം കഴിയുന്നൊരു കാര്യമാണെന്ന് കേരളത്തിൽ ഇപ്പോഴും വളരെ ട്രഡീഷണലായ ഒരു ചിന്താഗതി ആൾക്കാരിലുണ്ട്. പക്ഷെ ഓർക്കുക, ഈ പറഞ്ഞ ഒരു ഗ്രാജുവേഷനും ഇല്ലാത്തവർക്ക് പോലും ഇന്നിവിടെ ലക്ഷങ്ങൾ ശമ്പളം വാങ്ങാനുള്ള ഒരു ഡോറാണ് ഒരു ഇൻഡസ്ട്രി, അതൊരു ഡിസൈനിങ് ഇൻഡസ്ട്രി എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു
കാര്യത്തിൽ നിങ്ങൾക്ക് നല്ലൊരു താല്പര്യമുണ്ട്, നല്ലൊരു പാഷനുണ്ട് എന്നുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കടന്നു വന്നോളുക. നിങ്ങൾക്ക് ഈ മേഖലയിൽ ഒരുപാട് അവസരങ്ങൾ നിങ്ങളുടെ മുമ്പിൽ ഒളിഞ്ഞു കിടപ്പുണ്ട്. അപ്പോൾ ഇനി മറ്റൊരു വിഭാഗക്കാരോട് പറയാനുള്ളത്, നിങ്ങളുടെ സുഹൃത്തുക്കളായ പല ആൾക്കാരും ചിലപ്പോൾ ലക്ഷങ്ങൾ ശമ്പളം വാങ്ങിക്കുന്ന ഡിസൈനിങ് ജോലി ചെയ്യുന്നത് കണ്ടുകൊണ്ട് നിങ്ങൾക്ക് ചിലപ്പോൾ ഈ മേഖലയിൽ ഒട്ടും താല്പര്യമോ ഒട്ടും കഴിവോ ഇല്ലാതിരുന്നിട്ടും ഇത് നിങ്ങൾ വന്ന് ചില ആൾക്കാർ ഡിസൈനേഴ്സ് ആകാൻ വേണ്ടി വരുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. അവർ കുറച്ച് നാൾ ആ മേഖലയിൽ പഠിക്കാൻ ശ്രമിക്കും, പക്ഷേ അവർക്കത് ശോഭിക്കാൻ കഴിയാതെ നിർത്തിപ്പോകുന്നതും കാണാം. അപ്പോൾ അതിൽ നിന്നും എന്താണ് നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, തീർച്ചയായിട്ടും ഈ മേഖല എന്ന് പറയുന്നത് ഒരു പാഷനേറ്റ് ഇൻഡസ്ട്രി ആണ് എന്നുള്ളത് മനസ്സിലാക്കണം. നിങ്ങൾക്ക് ആ ഒരു താല്പര്യത്തിൻ്റെ അല്ലെങ്കിൽ അതിൻ്റെ എന്തെങ്കിലും ഒരു സ്പാർക്ക് നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഒരു ലെവലിനപ്പുറത്തേക്ക് ശോഭിക്കാൻ പറ്റൂ. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, നിങ്ങൾക്ക് ഒരു ക്രിയേറ്റീവ് ആയ മെൻറ്റാലിറ്റി, ഒരു ആർട്ടിസ്റ്റിക്കലായ മെൻറ്റാലിറ്റി, ഒരു പ്രോബ്ലം സോൾവിങ് മെൻറ്റാലിറ്റി, ഇതൊക്കെ എന്ന് പറയുന്നത് എല്ലാ വ്യക്തികൾക്കും ജന്മനാ കിട്ടുന്നൊരു കാര്യമല്ല. പക്ഷേ ഒരുപാട് ആൾക്കാർക്ക് ഇത് നമുക്ക് മോൾഡ് ചെയ്തെടുത്തുകൊണ്ട് വലുതാക്കി ഉണ്ടാക്കിയെടുക്കാൻ കഴിയുന്ന കാര്യം കൂടാണ്. അപ്പോൾ ഈ ഒരു ടേസ്റ്റ് ആദ്യം നിങ്ങൾ കണ്ടെത്തുക. നിങ്ങൾ എന്ത് പശ്ചാത്തലത്തിലുള്ളവരാണെങ്കിലും നിങ്ങൾ സെൽഫായിട്ട് ഒരു ഡിസൈൻ ചെയ്യാനും അല്ലെങ്കിൽ ഒരു ഡിസൈനർ എന്തൊക്കെ ചെയ്യുന്നു എന്നുള്ള കാര്യങ്ങൾ സ്വയം മനസ്സിലാക്കി അത് നിങ്ങൾക്ക് ചെയ്യാനുള്ള ഒരു സെൽഫ് അറ്റംപ്റ്റ് ആദ്യമായി നടത്തി നോക്കുക. ഒരു സെൽഫ് ടെസ്റ്റ് നിങ്ങൾ നടത്തി നോക്കുക. അതിലൂടെ നിങ്ങൾക്കൊരു പാഷൻ തോന്നുന്നു, ഇതെനിക്ക് പറ്റുമെന്ന് നിങ്ങളുടെ മനസ്സിൽ തോന്നുന്നു എന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് വന്നോളൂ. നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടുമില്ല, ഈ ഇൻഡസ്ട്രി നിങ്ങൾക്ക് ശോഭിക്കും എന്നുള്ളതാണ് അതിൻ്റെ ഒരു തെളിവെന്ന് പറയുന്നത്. അതുകൊണ്ട് ദയവ് ചെയ്ത് ഈ ഒരു ഓഡിയോ ക്ലിപ്പ് കേട്ടതിന് ശേഷം ഏതൊരു ഡിസൈൻ ബാക്ക്ഗ്രൗണ്ട് ഇല്ലാത്ത ആൾക്കാർക്കും ഏതൊരു ക്വാളിഫിക്കേഷൻ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്നവർക്കും ഒക്കെ തന്നെ ഞാൻ പറയുന്നു, നിങ്ങൾക്ക് ഒരു ക്രിയേറ്റീവായ മെൻറ്റാലിറ്റി, നിങ്ങൾക്കൊരു ഡിസൈൻ ചെയ്യാനുള്ള ഒരു കേപ്പബിലിറ്റി, ഒരു എബിലിറ്റി ഉണ്ട് എന്ന് നിങ്ങൾ സെൽഫായിട്ട് പ്രൂവ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് തന്നെ ഫിറ്റായിട്ട് തോന്നുന്നതായിട്ട് നിങ്ങൾക്ക് കാണുന്നുണ്ടോ എന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് വന്നോളുക. ഒരു എഡ്യൂക്കേഷനെയോ അല്ലെങ്കിൽ ഒരു ടെക്നിക്കൽ പ്രോബ്ലത്തിനെയോ നിങ്ങളൊരു വില്ലനായിട്ട് എടുക്കരുത്. നിങ്ങൾക്ക് തീർച്ചയായിട്ടും കടന്നു വരാം. ഒരു നല്ല കരിയർ നിങ്ങൾക്ക് സെറ്റ് ചെയ്തെടുക്കാൻ പറ്റും. ഈ ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച കരിയറുകളിൽ ഒന്നായിട്ടാണ് ഇന്ന് ഡിസൈൻ ഇൻഡസ്ട്രിയെ കണക്കാക്കപ്പെടുന്നത്. കാരണം ആ ഒരു ഡിസൈനേഴ്സിൻ്റെ ഒരു ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത് ലോകമെമ്പാടും ഉള്ളൊരു ഓപ്പർച്യൂണിറ്റിയാണ്. ലോകമെമ്പാടും വളർന്നു വലുതായിക്കൊണ്ടിരിക്കുന്ന ഒരു ഇൻഡസ്ട്രിയും കൂടാണ്. ഓക്കെ, അപ്പോൾ ഈ പറഞ്ഞ കുറേ കാര്യങ്ങൾ കുറച്ച് പേർക്കെങ്കിലും മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ടായിരിക്കാം. ഒരുപാട് ആൾക്കാർക്ക് ഇതിനെ റിജക്റ്റ് ചെയ്യുന്ന അഭിപ്രായങ്ങൾ പറയാനുണ്ടായിരിക്കാം. എന്ത് അഭിപ്രായങ്ങളുണ്ടെങ്കിലും കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്തിക്കൊള്ളുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിൽ ഇത്തരത്തിലൊരു ഡിസൈനർ ആകാനുള്ള ഒരു ക്രൈസ് ഉണ്ടായിട്ടും നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള മൈൻഡ് ബ്ലോക്കുകൾ നിങ്ങൾ നേരിടുന്നു എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ വന്ന് നിങ്ങൾക്ക് ചാറ്റ് ചെയ്യാം. എന്നെ കൊണ്ട് കഴിയുന്നത്ര ആൾക്കാർക്ക് ഞാൻ റിപ്ലൈ കൊടുക്കാൻ ശ്രമിക്കാറുണ്ട്. അപ്പോൾ ഒരുപാട് ആൾക്കാരെ നമ്മുടെ ഈ ഡിസൈൻ ഇൻഡസ്ട്രിയിലേക്ക് കൊണ്ടുവരാം. അവരുടെ താല്പര്യങ്ങൾക്ക് നമുക്ക് മാക്സിമം വളർത്തിയെടുക്കാം. അതൊരു നല്ലൊരു കരിയറിലേക്ക് അവരുടെ ഒരു പാഷനേറ്റ് ആയിട്ട് ഇൻഡസ്ട്രിയിലേക്ക് ഒരുപാട് ആൾക്കാരെ കൊണ്ടുവന്ന് ഒരുപാട് പേരുടെ കരിയർ നമുക്ക് വളരെ ഫ്രൂട്ട്ഫുൾ ആക്കി മാറ്റാം. അപ്പം എനിവേ ഇതിനുവേണ്ടി നമ്മൾ പരസ്പരം എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ശ്രമിക്കേണ്ടതുണ്ട്. കാരണം ഡിസൈനേഴ്സ് എന്ന് പറയുന്ന ഒരുപാട് ആൾക്കാർക്ക് ഇപ്പോഴും അവരുടെ നെക്സ്റ്റ് കരിയർ എങ്ങനെ സെറ്റ് ചെയ്യണം അല്ലെങ്കിൽ അവരുടെ നെക്സ്റ്റ് ലെവൽ എങ്ങനെ മുമ്പോട്ട് പോകണം എന്നുള്ള കാര്യത്തിൽ ഒരുപാട് സംശയങ്ങളായിട്ട് മുന്നോറുന്ന ആൾക്കാരുണ്ട്. അത് കേരളത്തിലെ ഗ്രാഫിക് ഡിസൈനേഴ്സായിട്ടുള്ള ആൾക്കാർക്കും അതുപോലെ തന്നെ UI ഡിസൈനിങ്ങിൽ നിൽക്കുന്ന പല ആൾക്കാർക്കും ഒക്കെ തന്നെ അവരുടെ നെക്സ്റ്റ് ലെവൽ എങ്ങനെ ക്രിയേറ്റ് ചെയ്യണം എന്നുള്ള അല്ലെങ്കിൽ എങ്ങനെ മുമ്പോട്ട് പോകണം എന്നുള്ള കാര്യത്തിൽ സംശയമുള്ള ആൾക്കാരുണ്ട്. അത്തരത്തിൽ എന്ത് സംശയങ്ങളുണ്ടെങ്കിലും നിങ്ങൾക്ക് എന്നെ കൊണ്ടൊക്കുന്ന രീതിയിലുള്ള സംശയത്തിന് ഞാൻ മറുപടി കഴിയുന്നത്ര നമുക്ക് ഇൻസ്റ്റാഗ്രാമിലൂടെ തരാൻ ശ്രമിക്കുന്നതായിരിക്കും. നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും നമ്മളോട് ചാറ്റ് ചെയ്യാം. അപ്പോൾ എനിവേ എല്ലാവർക്കും കൂടെ നമുക്ക് നല്ല രീതിയിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നോളജുകൾ ഷെയർ ചെയ്തുകൊണ്ട് ഒരു നല്ലൊരു ഡിസൈൻ കമ്മ്യൂണിറ്റി ഡെവലപ്പ് ചെയ്തെടുക്കാം. അപ്പോൾ എല്ലാവരും അതിനുവേണ്ടി മാക്സിമം ശ്രമിക്കുക. ഓക്കെ, അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ അല്ലെങ്കിൽ ഈ ഒരു ഓഡിയോ ക്ലിപ്പ് നിങ്ങൾക്ക് ഹെൽപ്ഫുള്ളായി തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും, അതായത് ഡിസൈനേഴ്സ് ആയവർ മാത്രമല്ല ഡിസൈനർ ആകാൻ ആഗ്രഹിക്കുന്നവർക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിൽ കരിയർ ബ്ലോക്കായി നിൽക്കുന്ന ആൾക്കാർക്കോ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അവർക്ക് ഇങ്ങനൊരു ഇൻഡസ്ട്രിയെക്കുറിച്ച് കൂടുതലായിട്ട് മനസ്സിലാക്കി കൊടുക്കാം. അങ്ങനെ മറ്റുള്ളവർക്കും ചിലപ്പോൾ അത് ഹെൽപ്പായി പോയേക്കാം. ഓക്കെ, അപ്പോൾ മറ്റുള്ളവർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുന്നതിൽ മടിക്കരുത്. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ദയവായി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അപ്പോൾ എനിവേ ഡിസൈനേഴ്സിന് ഹെൽപ്ഫുൾ ആവുന്ന മറ്റൊരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടിൽ ദെൻ ബൈ ഗൈസ്.